കൊക്കുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് നോർമൽ ഒരു സ്കേർട്ടും ടോപ്പും ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെയാണ് എനിക്കൊരു ഐഡിയ വന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്യാസാച്ചിൻ്റെയൊക്കെ ചില പാറ്റേൺസ് ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പം ആദ്യം എനിക്ക് പാറ്റേൺ അറിയില്ല, കാരണം കുട്ടികളുടെ മിക്കപ്പോഴും കൺഫ്യൂഷൻസ് ആണ്. എത്ര കൂട്ടിയിടണം, എവിടെ കൂട്ടിയിടണം, എങ്ങനെ ഡാട്ട് അടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും കൺഫ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതിനും ആ കൺഫ്യൂഷൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഓവർലാപ്പ് ചെയ്ത് പാറ്റേൺസ് ഇട്ട് അത് കഴിഞ്ഞ് മെറ്റീരിയൽ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രിൻ്റഡാണ് ക്രോപ്പ് ടോപ്പിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പ്രിൻ്റഡ് ആൻഡ് സെൻറ്റർ പോർഷൻസിൽ ഒരു ഷാഡോ എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യെല്ലോ, വൈറ്റ്, ഓറഞ്ച് ഈ ഒരു കോമ്പിനേഷൻസിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. സീക്വൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു പാറ്റേണിൽ ചെയ്യേണ്ടി വരിക. ഇങ്ങനെയാണ് വർക്ക് പോയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തു വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഉദ്ദേശിച്ചൊരു പാറ്റേൺ തന്നെയാണ് ഫൈനലി എനിക്ക് ഫിറ്റിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇട്ട് നോക്കുമ്പോൾ എന്താണ് ഫിറ്റിംഗ് കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ സ്ലീവ് നമ്മൾ പഫാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽസ് പല വെറൈറ്റീസ് ഓഫ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്യാം, കൊക്കൂൺ ഇൻ എന്നാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേര്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.